ഒരു വലിയ സുഹൃദേവം പോലെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. കർത്താവേ ദാവീദിന്റെ പുത്രായ എന്നിൽ കനിയണമേ എന്ന് പറയുന്നത് പോലെ തന്നെ ഈശോ നാമം ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വലിയൊരു സുഹൃദേവം പോലെ ഉരുവിട്ടുകൊണ്ടിരുന്നതാണ്. മരണസമയത്ത് പോലും ഈശോ നാമം പറഞ്ഞ് മരിച്ചവരാണ് നമ്മുടെ പൂർവികരായിട്ടുള്ളവർ കൂടുതലും. കാരണം ആ ഒരൊറ്റ നാമമേ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു നാമത്തിന്റെ ശക്തി അത് വലിയ പവറാണ്, അത് വലിയ പവറാണ് അല്ലെ. ദൈവം കൊടുത്ത ഒരു നാമമാണ്, ദൈവം ഇട്ട പേരാണത്. ദൈവം രക്ഷിക്കുന്നു, ദൈവം രക്ഷിക്കുന്നു. ആ ഒരു വിശ്വാസം കൂടാണ്. ഈശോ 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 എന്ന് നമ്മൾ ഉരുവിടുമ്പോ നമ്മൾ പറയുന്നത് എൻ്റെ ദൈവം എന്നെ രക്ഷിക്കുന്നു, എൻ്റെ ദൈവം എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അല്ലെ. ആ ഒരൊറ്റ നാമമേ എൻ്റെ രക്ഷയ്ക്കായിട്ടുള്ളൂ. ഇങ്ങനെ പല കാര്യങ്ങളാണ് ഈശോ എന്ന ഒരൊറ്റ നാമം കൊണ്ട് നമ്മൾ ഉരുവിടുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആവർത്തിച്ച് ഉരുവിടേണ്ട ഒന്നാണ് ഈശോ നാമം എന്ന് പറയാം. നമ്മൾ ഒത്തിരിയേറെ ഉരുവിടേണ്ട വാക്കാണ്. ഇപ്പം വിശ്വാസ പ്രമാണത്തിൽ മാത്രമല്ല, അച്ഛൻ നിങ്ങളോട് പറയുന്നത് ഒരു സുഹൃദേവം പോലെ ഉരുവിട്ടുകൊണ്ട് നടക്കേണ്ട ഒരു വാക്കാണ് ഈശോ 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 ഈശോ. അങ്ങനെ ഉരുവിട്ടുകൊണ്ട് എപ്പോഴും നടക്കേണ്ട ഒരു വാക്കാണ്. കാരണം നമ്മൾ അറിയാതെ പറയുകയാണ് ഈശോ എൻ്റെ രക്ഷകനാണ്, ഈശോ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നവനാണ്, അവൻ പീഡ സഹിച്ചത് മുഴുവൻ എൻ്റെ രക്ഷയ്ക്കായിട്ടാണ്, എൻ്റെ ദൈവമാണ് എന്നെ രക്ഷിക്കുന്നത്, എൻ്റെ ദൈവമല്ലാതെ വേറൊരു നാമത്തിൽ എനിക്ക് ആശ്രയമില്ല. ഇങ്ങനെ പല കാര്യങ്ങളാണ് ഈശോ എന്നൊരൊറ്റ വാക്കുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ പറയുന്നത്. നമ്മളിത് ഒത്തിരി ഒന്നും മനസ്സിലാക്കുന്നില്ലായിരിക്കാം, പക്ഷെ ഈ ഒരു ചെറിയ വാക്കുകൊണ്ട് നമ്മളൊരു വലിയ പ്രാർത്ഥനയാണ് നടത്തുന്നത്. ഒരു വലിയ പ്രാർത്ഥന, ഒരു വലിയ വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റുപറയുകയാണ്. ദൈവത്തെ രക്ഷകൻ, ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെ നമ്മൾ ഏറ്റുപറയുകയാണ്. ദൈവം എനിക്ക് വേണ്ടി അയച്ച രക്ഷകനെ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഏറ്റുപറയുകയാണ്. ദൈവം എന്നെ രക്ഷിക്കുമെന്നുള്ള എൻ്റെ കോൺഫിഡൻസ്, എൻ്റെ വിശ്വാസം, അത് ഞാൻ ഏറ്റുപറയുകയാണ്. ഇങ്ങനെ പല കാര്യങ്ങളാണ് ഈശോ എന്നൊരൊറ്റ വാക്കുകൊണ്ട് നമ്മൾ പറയുക. ഈശോ എന്ന ഒറ്റ വാക്കുകൊണ്ട് എന്ന് പറഞ്ഞാൽ, അപ്പം നമ്മൾ ധ്യാനിച്ചിരുന്നു ഈ ലോകത്ത് മാത്രമല്ല മറ്റൊരു ലോകമുണ്ടെന്നും അവിടെ മാലാഖമാരുണ്ടെങ്കിലും അവിടെ സൃഷ്ടികളായിട്ടുള്ള മറ്റ് മാലാഖമാര്, അതുപോലെ തന്നെ ദൂതന്മാര്, അങ്ങനെ ഒത്തിരി പേരുണ്ട് എന്നൊക്കെ നമ്മൾ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുന്നു എന്നാണ് ഇതിനു മുമ്പ് നമ്മൾ ധ്യാനിച്ചത്. ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത് ഈശോയെ കുറിച്ച് തന്നെയാണ്. ഈശോയുടെ പ്രത്യേകതയായിട്ട് പറയുന്ന കാര്യമാണ് അവിടുത്തെ പുത്രൻ. അവിടുത്തെ പുത്രൻ എന്നല്ല, അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ്. പുത്രൻ പ്രധാനപ്പെട്ടതാണ്, ഏകപുത്രൻ പ്രധാനപ്പെട്ടതാണ്, ഞങ്ങളുടെ കർത്താവ് പ്രധാനപ്പെട്ടതാണ്, ഈശോ പ്രധാനപ്പെട്ടതാണ്, മിശിഹ പ്രധാനപ്പെട്ടതാണ്. ഓരോ വാക്കിനും പ്രത്യേകം അർത്ഥമുണ്ട്. ആദ്യത്തെ കാര്യം നമുക്ക് പറയാം, അവിടുത്തെ ഏകപുത്രൻ. അവിടുത്തെ ഏകപുത്രൻ അല്ലെ, അത് അങ്ങനെയാണ് പറയുക. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പുത്രൻ എന്നുള്ള വാക്ക് പല പ്രാവശ്യം ബൈബിളിൽ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. പുത്രൻ അല്ലെ, പുത്രൻ, മക്കൾ എന്നൊക്കെയുള്ള ദൈവത്തിന്റെ നാവിൽ നിന്ന് തന്നെ അങ്ങനത്തെ വാക്കുകളൊക്കെ പല പ്രാവശ്യം ബൈബിളിൽ ആവർത്തിക്കുന്നുണ്ട്. പഴയ നിയമം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പല പ്രാവശ്യം നമ്മൾ കാണാം മാലാഖമാരെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. ദൈവം തെരഞ്ഞെടുത്ത ജനത്തെക്കുറിച്ച് എൻ്റെ മക്കളെന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തെ, പ്രത്യേകമായി ഇസ്രായേൽ ജനത്തെ, തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ അങ്ങനെ തന്നെ കർത്താവ് വിളിക്കുന്നുണ്ട്. എൻ്റെ മകൻ, എൻ്റെ മകൾ, അല്ലെങ്കിൽ എൻ്റെ മക്കൾ എന്നൊക്കെ തന്നെ കൃത്യമായിട്ട് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിലെ രാജാക്കന്മാരെ എൻ്റെ മകനായ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്ങനെ പല പ്രാവശ്യം ദൈവം മകൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ പുത്രൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നതാണ് ബൈബിളിൽ. ഉദാഹരണമായിട്ട് നിയമാവർത്തന പുസ്തകം 14-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മക്കളാണ് നിങ്ങൾ. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മക്കളാണ് നിങ്ങൾ. ദൈവം തന്നെ പറഞ്ഞേക്കാണ്, നിങ്ങൾ എൻ്റെ മക്കളാണ്. ജോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം അത് ഇപ്രകാരമാണ്: ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വന്നു ചേർന്നു, സാത്താനും അവരോടുകൂടെ വന്നു. മാലാഖമാരെ കുറിച്ച് പറയുന്നതാണ്. ദൈവമക്കൾ എന്നാണ് മാലാഖമാരെ കുറിച്ച് പറയുന്നത്. സൃഷ്ടികളായ മാലാഖമാരെ ദൈവം വിളിക്കുന്നത് ദൈവമക്കൾ അല്ലെ. ദൈവമക്കൾ അവിടെ വന്നു, ദൈവപുത്രന്മാർ അവിടെ വന്നു, ദൈവസന്നിധിയിൽ വന്നു എന്നാണ് പറയുക.
ഇനി പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായം 22-ാമത്തെ വാക്യം. നീ ഫറവോയോട് പറയണം, കർത്താവ് പറയുന്നു, ഇസ്രായേൽ എന്റെ പുത്രനാണ്, എന്റെ ആദ്യജാതൻ. ഇസ്രായേൽ എന്റെ പുത്രനാണ്, എന്റെ ആദ്യജാതൻ. കർത്താവ് പറയുന്ന വാക്കുകയാണ് അല്ലെ. ഇനിയും ഹോസിയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന കാര്യമാണ് മകൻ എന്ന വാക്ക് അല്ലെ, മകൻ എന്ന വാക്ക്. അപ്പം ഈശോ പുത്രനാണ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് അങ്ങനെയാണെങ്കിൽ വലിയ പ്രത്യേകതയൊന്നുമില്ല അല്ലെ. മാലാഹമാര് പുത്രരാണ്, ഇസ്രായേൽക്കാര് പുത്രരാണ്, തെരഞ്ഞെടുക്കപ്പെട്ട രാജാക്കന്മാര് പുത്രരാണ്. അങ്ങനെ പലരെ കർത്താവ് മക്കളെന്ന് പുത്രൻ എന്ന് വിളിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇസ്രായേൽക്കാരോട് കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്, എൻ്റെ ആദ്യജാതനാണ്, എൻ്റെ ആദ്യജാതനാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ചില മറ്റ് വിഭാഗത്തിലുള്ള ചില ആളുകളൊക്കെ ഭയങ്കരമായിട്ട് ഈശോ ദൈവമല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ചില വിഭാഗക്കാരുണ്ട്. ദൈവത്തിൽ പിതാവായ ദൈവം മാത്രമേ ദൈവമായിട്ടുള്ളൂ, ഈശോ ദൈവമല്ല, ഈശോ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ഓർത്തിട്ടുണ്ട്, ഈ ഒരു വാക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാതിരുന്നിരുന്നുവെങ്കിൽ എന്ത് നല്ലതായിരുന്നു. പുത്രനാണ്, അതൊരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം നമുക്ക് വളരെ ക്ലിയർ ആണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ആദ്യ ഭാഗത്ത് തന്നെ നമുക്ക് വളരെ ക്ലിയർ ആണ്. അതിനകത്ത് പറയുന്ന കാര്യം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ പിന്നെ വേറെ കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. പുത്രൻ എന്ന വാക്ക് ഇവിടെ ചേർക്കാതിരുന്നിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അത് ചേർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ദൈവം ഈശോയെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്, മനുഷ്യന്റെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇവൻ എന്റെ പ്രിയ പുത്രനാകുന്നു, ഇവൻ എന്റെ പ്രിയ പുത്രനാകുന്നു. അങ്ങനെ പറഞ്ഞാണ് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഈശോയെ. അപ്പൊ നമുക്കത് മാറ്റി നിർത്തിയിട്ട് ഒരു വിശ്വാസം ചിന്തിക്കാനായിട്ട് പറ്റില്ല അല്ലെ. അല്ലെങ്കിൽ പത്രോസ്ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനം എങ്ങനെ? പത്രോസ്ലീഹ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത് ഇങ്ങനെയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന് ഈശോയുടെ പുത്രസ്ഥാനം വെളിപ്പെടുത്താതെ, അത് വ്യാഖ്യാനിക്കാതെ നമുക്ക് ഈശോയിൽ വിശ്വസിക്കാൻ പറ്റില്ല. അത് പറഞ്ഞേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈശോയെ കുറ്റം ആരോപിക്കാനായിട്ട് പിലാത്തോസിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ ദൈവപുത്രനാണോ? അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ? ഈശോ തന്നെ പറയാണ്, അങ്ങനെയാണ്, നീ തന്നെ അത് പറഞ്ഞുവല്ലോ അല്ലെ. അല്ലെങ്കിൽ പത്രോസ്ലീഹ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ് എന്ന് പറയുമ്പോൾ കർത്താവ് അതിന് അംഗീകാരം കൊടുക്കുകയാണ്. ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് മാംസരക്തങ്ങളൊന്നും അല്ല, മറിച്ച് സ്വർഗസ്ഥനായ എന്റെ പിതാവ് തന്നെയാണ്. അതൊരിക്കലും തെറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പുത്രനാണ് ഈശോ എന്ന സത്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. പക്ഷെ ഈ പുത്രസ്ഥാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഏക പുത്രൻ, അതൊരു പ്രശ്നമാണ് അല്ലെ. മറ്റുള്ളവരെയൊക്കെ കയറി പുത്രൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈശോ തന്നെ പറയും, ഞാൻ ഏകപുത്രനാണ് എന്ന് പറയും. അപ്പം വേറെ പുത്രന്മാരുണ്ടാകാൻ പാടില്ല. ഈ പുത്രസ്ഥാനം തമ്മിലൊരു വ്യത്യാസമുണ്ട്. ദത്തുപുത്രസ്ഥാനവും സ്വന്തം പുത്രസ്ഥാനവും തമ്മിലൊരു വ്യത്യാസം. അതേ സമയത്ത് തന്നെ ഈ ഈശോ പുത്രനുമാണ്, കർത്താവുമാണ്. അത് നമ്മൾ തൊട്ടടുത്ത് വരികയാണ്. കർത്താവാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവത്വം ഒരിക്കലും തുടക്കമില്ലാത്ത ഒരു ദൈവത്വമുണ്ട് അല്ലെ, ആരംഭമില്ലാത്ത ഒരു ദൈവത്വം ഉണ്ട് എന്ന് നമ്മൾ ഏറ്റു പറയുകയാണ്. അപ്പൊ അതേ സമയത്ത് തന്നെ പറയാണ്, ഇവനൊരു ആരംഭമുണ്ട്. പിതാവിൽ നിന്ന് ജനിച്ചവനാണ്, അതാണ് പുത്രൻ. പിതാവിൽ നിന്ന് ജനിച്ചവനാണ്, അത് പുത്രൻ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇത് തമ്മിൽ ഭയങ്കര ഒരു വലിയ പ്രശ്നമുണ്ട്. ഈശോ പിതാവിനെക്കാട്ടിലും താഴെയാണോ അതോ പിതാവിനോടൊപ്പമാണോ എന്നൊരു കൺഫ്യൂഷൻ ഈ ഒരു വാക്കുകൊണ്ട് എപ്പോഴും ഉണ്ടാകാന്നാണ്. അപ്പം ഈശോയ്ക്ക് മാത്രമായി ഒരു പുത്രസ്ഥാനത്തിന്റെ പ്രത്യേകതയുണ്ട് അല്ലെ. ഒരു പുത്രസ്ഥാനത്തിന്റെ പ്രത്യേകതയുണ്ട്. ഒരു സ്ത്രീയിൽ നിന്ന് ദൈവത്താൽ ജനിക്കപ്പെട്ട ഒരേ ഒരു ആളേ ഉള്ളൂ, അത് ഈശോ മിശിഹായാണ്. ഒറ്റ പുത്രനേ ഉള്ളൂ, അത് ഈശോ മിശിഹായാണ്. ബാക്കി എല്ലാവരും സൃഷ്ടികളെ കർത്താവ് ആ സ്ഥാനത്തേക്ക് ആക്കി തീർത്തിരിക്കുന്നതാണ്. ഇതാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയും. ഈ ഒരു കാര്യത്തിൽ വിശ്വസിക്കാതെ നമുക്കൊരിക്കലും ദൈവപുത്രനാകാനായിട്ട് പറ്റുകയില്ല. കർത്താവ് തന്നെ പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോവാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം
ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഏകജാതൻ, ഒറ്റ ജാതനേ ഉള്ളൂ, ഒറ്റ പുത്രനേ ഉള്ളൂ എന്ന് കർത്താവ് ഇവിടെ പറയുകയാണ്. എന്നാൽ ആദ്യജാതൻ എന്നുള്ള പദം വേറെ ഉപയോഗിക്കുന്നുണ്ട് കർത്താവ്. അത് ഇസ്രായേലിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഏകജാതൻ, ദൈവത്താൽ തന്നെ നേരിട്ട് ജനിപ്പിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ ഒരൊറ്റ ആളേ ഉള്ളൂ, അത് ഈശോ മിശിഹായാണ്. ഒരു സ്ത്രീയിലൂടെ ഈ ദൈവത്താൽ ജനിക്കപ്പെട്ട ഒറ്റ വ്യക്തിയേ ഉള്ളൂ, അത് ഈശോ മിശിഹ മാത്രമാണ്. വേറെ ആർക്കും ആ ഒരു സ്ഥാനം ഇല്ല. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ഈ ദൈവപുത്ര സ്ഥാനത്തിൽ, ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ, ഏക പുത്രനിൽ, അതാണ് നമ്മൾ പ്രത്യേകത, ഏകപുത്രൻ എന്ന നാമത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ, ആ ഒരു വിശ്വാസത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ നീ ഒരിക്കലും വിശ്വാസിയല്ല. തുടർന്ന് വരുന്ന ഭാഗത്ത് കർത്താവ് അത് പഠിപ്പിക്കുന്നുണ്ട്. അതായത് യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല, വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുകയാണ്, തന്നിൽ വിശ്വസിക്കുന്ന ഏവരും രക്ഷപ്പെടാൻ വേണ്ടി, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ഏകജാതനെ അവൻ അയച്ചു. എന്നിട്ട് വീണ്ടും 18-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ നിത്യശിക്ഷയ്ക്ക് അർഹമായി. അപ്പൊ ഏകജാതനിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ അവൻ ഏകജാതനാണ് എന്ന് വേറൊരുത്തർക്കും ഇല്ലാത്ത ഒരു പുത്രസ്ഥാനം അവനുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ ആ ഒറ്റ കാരണം കൊണ്ട് നമ്മൾ നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. അല്ലെ? നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാകുമോ എന്ന് ചോദിച്ചാൽ, ദൈവത്താൽ ജനിപ്പിക്കപ്പെട്ട ഒറ്റ ആളേ ഉള്ളൂ, ഒറ്റ പുത്രനേ ഉള്ളൂ, അത് ഈശോ മിശിഹായാണ്. ഈശോ മിശിഹായാണ്. അതുകൊണ്ട് ഏകപുത്രൻ എന്ന നാമം ഒറ്റ ആൾക്കേ ഉള്ളൂ, അത് ഈശോയ്ക്കാണ്. ബാക്കി നമ്മളെല്ലാവരും ദൈവപുത്രന്മാരാണ്, ദൈവപുത്ര സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ടവരാണ്. അത് ദത്തുപുത്ര സ്ഥാനത്തേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പുത്രസ്ഥാനത്തെ കുറിച്ച് നമുക്കൊരു വലിയ ജ്ഞാനം നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവ് നമുക്ക് തരണം. ഈശോ ഏക പുത്രനാണ്, ദൈവത്തിന്റെ ഏക പുത്രനാണ്. എന്നാൽ ത്രിത്വൈക ദൈവത്തിലെ ആളാണ്, അവൻ ദൈവം തന്നെയുമാണ്. ഈശോ തന്നെ പറയുന്നുണ്ട്, ഞാനും പിതാവും ഒന്നാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് പറയുന്നത് എങ്ങനെ? അപ്പൊ അതുകൊണ്ട് ദൈവപുത്രനാണ് ഈശോ എന്നതുകൊണ്ട് അവൻ ദൈവമല്ലാതെ ആകുന്നില്ല. അവനൊരു തുടക്കമുണ്ട് അതിനർത്ഥമില്ല. കർത്താവ് തന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി അവനെ ഈ ലോകത്തിൽ ജനിപ്പിച്ചു എന്നതാണ് അതിന്റെ അർത്ഥം. അവൻ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഈ ലോകത്തിൽ പിറന്നു. അവനൊരു തുടക്കമുണ്ടായി, ഒരു അവസാനം ഉണ്ടായി എന്ന് നമ്മൾ വിശ്വസിക്കണം. അതാണ് ദൈവപുത്ര സ്ഥാനത്തിലുള്ള വിശ്വാസം എന്ന് പറയുക. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം ഇതാണ്, അവൻ ഏക പുത്രനാണ്, പിതാവിന്റെ ഏക പുത്രനാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അവിടം കൊണ്ട് നിർത്തുന്നില്ല. ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ എന്നാണ് പറയാ, ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ വാക്ക് ഇതാണ്, കർത്താവ് എന്ന വാക്കാണ്. കർത്താവ് എന്ന വാക്ക് ഹീബ്രു ഭാഷയിലുള്ള യാഹ്വേ എന്ന പദത്തിന് തുല്യമാണ്. യാഹ്വേ എന്ന പദം നമുക്കറിയാം, ദൈവം തന്നെ വെളിപ്പെടുത്തിയ വാക്കാണ്. പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തിയ വാക്കാണ് യാഹ്വേ, അല്ലേ? അപ്പൊ നമ്മൾ അതേ വാക്ക് തന്നെ പറയുകയാണ്, നീ പുത്രനാണ്, അതേ സമയത്ത് യാഹ്വേ തന്നെയാണ്, അതേ സമയത്ത് നീ ദൈവം തന്നെയാണ്. ഇതാണ് നമ്മൾ ആ ഒരു വാക്കിലൂടെ പറയുക. നീ ഏകപുത്രനാണ്, അതേ സമയം തന്നെ ആദിയും അന്തവും ഇല്ലാത്ത ദൈവവും തന്നെയാണ് നീ എന്ന് നമ്മൾ ഏറ്റു പറയുകയാണ്, അല്ലെ? യാഹ്വേ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ കിരിയാനോസ് എന്ന് പറയുന്ന ആ വാക്കിൽ നിന്നാണ് കർത്താവ് എന്ന വാക്കൊക്കെ വരിക. അപ്പൊ അതായത് അവൻ ദൈവമാണെന്ന് നമ്മൾ ഏറ്റു പറയുകയാണ്. അപ്പം ഈശോയുടെ മനുഷ്യത്വവും ദൈവത്വവും ഒരുപോലെ നമ്മൾ വിശ്വസിക്കണം. അവൻ മനുഷ്യനായി ലോകത്ത് ജീവിച്ചപ്പോൾ അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഏറ്റു പറയുക. അതുകൊണ്ട് ഈശോ ദൈവപുത്രനുമാണ്, അതേ സമയം തന്നെ ദൈവം തന്നെയുമാണ്. കർത്താവേ എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുക. സങ്കീർത്തനം 110-ാമത്തെ സങ്കീർത്തനം എടുത്തു വെച്ച് കർത്താവ് വ്യാഖ്യാനിക്കുന്നുണ്ട്.
അല്ലെ? ദാവീദിന്റെ പുത്രനാണോ താൻ എന്ന കാര്യത്തില് കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്. എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, നിന്റെ ശത്രുക്കളെ എന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതു ഭാഗത്തിരിക്കുക എന്ന അത് നമ്മളത് കൃത്യമായിട്ട് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നതാണ്. ഈശോ തന്നെ അവൻ കർത്താവാണ് എന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരികയാണ്. അവൻ യാഹ്വേ തന്നെയാണ് എന്ന്, അല്ലെ? അപ്പൊ അതുകൊണ്ട് അവൻ ഒരേ സമയത്ത് ദൈവത്തിന്റെ പുത്രനുമാണ്, അതേ സമയത്ത് തന്നെ ദൈവവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തിലായിരുന്ന സമയത്ത് നമുക്കറിയാം, കർത്താവിന്റെ അടുത്ത് വരുന്ന ആളുകള് കൃത്യമായിട്ട് കർത്താവിനെ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം, അല്ലെ? കർത്താവേ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ, കർത്താവേ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. കർത്താവ് തിരിച്ച് അങ്ങനൊന്നും വിളിക്കരുത്, ഞാൻ കർത്താവൊന്നുമല്ല, ഞാൻ ദൈവമൊന്നുമല്ല എന്നല്ല പറയുന്നത്. അത് അംഗീകരിക്കുക തന്നെയാണ് കർത്താവ്, അല്ലെ? അത് അംഗീകരിക്കുക തന്നെയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവം തന്നെയാണ് എന്ന് നമ്മൾ ഏറ്റുപറയേണ്ട അവസ്ഥ നമുക്കുണ്ട്. അത് നമ്മളത് ഏറ്റുപറയുക തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ഒന്നാമത്തെ വാക്ക് ഇതാണ്, അവിടുത്തെ ഏക പുത്രൻ. വേറൊരു പുത്രനില്ല, കർത്താവിനാൽ ജനിക്കപ്പെട്ട വേറൊരു പുത്രനില്ല. അവൻ മാത്രമാണ് അവിടുന്ന് പുറപ്പെട്ടു വന്ന ഏക പുത്രൻ എന്ന് നമ്മൾ വിശ്വസിക്കണം. അതേ സമയത്ത് തന്നെ അവൻ ദൈവവുമാണ്, ദൈവപുത്രനുമാണ്. അതേ സമയം തന്നെ അവൻ ദൈവവുമാണ് എന്ന് നമ്മൾ ഏറ്റുപറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ മനസ്സിൽ ഈ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുത്തി എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഏതെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും നമ്മളത് കണ്ണുമടച്ച് വിശ്വസിച്ചേ പറ്റുള്ളൂ. നമ്മുടെ ചിന്തയ്ക്ക് നിരക്കുന്ന ഒന്നല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അല്ലെ? നമ്മുടെ ചിന്തയ്ക്ക് നിരക്കുന്ന ഒന്നുമല്ല. ഭയങ്കര കൺഫ്യൂഷൻസ് നമുക്ക് തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്നാണ്. അത് നമ്മൾ അടിയറവ് വെച്ച് സമർപ്പിക്കാന്നുള്ളത്. ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ത് എളുപ്പമുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ദൈവം എന്തുമാത്രം നമുക്ക് വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നോ, എത്രമാത്രം നമ്മൾ അവരുടെ മുമ്പിൽ എളിമപ്പെടുന്നോ, അത്രയും മാത്രമേ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ആദ്യം ഓർക്കുക. അവിടുത്തെ ഏകപുത്രൻ അതേ സമയത്ത് തന്നെ കർത്താവ്, യാഹ്വേ, അത് തന്നെയാണ് ദൈവം. അപ്പൊ അതുകൊണ്ട് ദൈവം തന്നെ പറയുന്നത് പോലെ അവൻ യഥാർത്ഥത്തിൽ ദൈവമാണ്. പിതാവ് ഞാനും ഒന്നാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നത് നമ്മൾ ഓർത്തിരിക്കുക. ഇനി മൂന്നാമത്തെ വാക്ക് ഇപ്രകാരമാണ്, ഈശോ. ഈശോ ഈശോ എന്ന വാക്ക്, ഒരു പേര് എന്ന് പറയുന്നത് വെറുതെ ഒരു പേരല്ല, അല്ലെ? വെറുതെ ഒരു പേരല്ല. ഈശോ ജനിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ പേരിടുന്ന കാര്യവും പറയും. അവൻ അങ്ങനെയാണ് വിളിക്കപ്പെടേണ്ടത്, അല്ലെ? അങ്ങനെയാണ് വിളിക്കപ്പെടേണ്ടത്. യേശു എന്ന ഹീബ്രു പദം, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം രക്ഷിക്കുന്നു എന്നാണ്. ദൈവം രക്ഷിക്കുന്നു. ഈശോ എന്ന ഒരു നാമമല്ലാതെ വേറൊരു നാമവും നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈ ഒരൊറ്റ നാമം മാത്രമേ ഉള്ളൂ. ദൈവം രക്ഷിക്കുന്നു എന്ന ഏക നാമം. ഈശോ എന്ന നാമത്തിൽ നമ്മൾ വിശ്വസിക്കണം. ഈശോ നാമത്തിന്റെ ശക്തിയെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈശോ നാമത്തിന്റെ ശക്തിയെ കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും സേവ്യർ ഖാൻ മട്ടായലച്ചന്റെ ഒരു പുസ്തകമൊക്കെ ഉണ്ട്, യേശു നാമത്തിന്റെ ശക്തി എന്ന് പറയുന്ന പുസ്തകം. പലരും ആ പുസ്തകം തന്നെ അതിൻ്റെ അകത്ത് ഈശോ നാമത്തെ കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ അതിന്റെ ശക്തിയെ കുറിച്ച് വളരെ ബോധ്യമുള്ള ആളുകളുണ്ട്. നമ്മുടെ പൗരസ്ത്യ സഭയില് ഒരു വലിയ സുഹൃദേവം പോലെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്, കർത്താവേ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് പറയുന്നത് പോലെ തന്നെ ഈശോ നാമം ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വലിയൊരു സുഹൃദേവം പോലെ ഉരുവിട്ടുകൊണ്ടിരുന്നതാണ്. മരണസമയത്ത് പോലും ഈശോ നാമം പറഞ്ഞ് മരിച്ചവരാണ് നമ്മുടെ പൂർവികരായിട്ടുള്ളവർ കൂടുതലും. കാരണം ആ ഒരൊറ്റ നാമമേ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു നാമത്തിന്റെ ശക്തി അത് വലിയ പവറാണ്. അല്ലെ? ദൈവം കൊടുത്ത ഒരു നാമമാണ്, ദൈവം ഇട്ട പേരാണത്. ദൈവം രക്ഷിക്കുന്നു. ആ ഒരു വിശ്വാസം കൂടാണ്. ഈശോ 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 എന്ന് നമ്മൾ ഉരുവിടുമ്പോ നമ്മൾ പറയുന്നത് എന്റെ ദൈവം എന്നെ രക്ഷിക്കുന്നു, എന്റെ ദൈവം എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അല്ലെ? ആ ഒരൊറ്റ നാമമേ എന്റെ രക്ഷയ്ക്കായിട്ടുള്ളൂ. ഇങ്ങനെ പല കാര്യങ്ങളാണ് ഈശോ എന്ന ഒരൊറ്റ നാമം കൊണ്ട് നമ്മൾ ഉരുവിടുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആവർത്തിച്ച് ഉരുവിടേണ്ട ഒന്നാണ് ഈശോ നാമം എന്ന് പറയാം. അതേ സമയത്ത് നമ്മൾ ഈശോ എന്ന നാമം വിളിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു വിശ്വാസ പ്രമാണമുണ്ട്. ഒരു വലിയ വിശ്വാസ പ്രമാണം നമ്മൾ അതേ സമയത്ത് ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണെന്നറിയാവോ? നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്, ഈശോ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നവനാണ്.
ഈശോനെ രക്ഷിക്കാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നതാണ്. എന്തിനാണെന്നാണ്? പാപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച് എനിക്ക് സ്വർഗം തരാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നവനാണ് എൻ്റെ ഈശോ എന്ന് നമ്മൾ പറയുകയാണ്. ഈശോ ദൈവം രക്ഷിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെ നമ്മൾ ഉറപ്പിച്ച് പറയുകയാണ്. ഈ ഈശോയാണ് എന്നെ രക്ഷിച്ചവൻ, ഈ ഈശോയാണ് പിതാവ് എനിക്ക് വേണ്ടി വാഗ്ദാനം ചെയ്ത, എനിക്ക് വേണ്ടി കരുതി വെച്ച രക്ഷകൻ എന്ന് നമ്മൾ പറയുകയാണ്. ഇതല്ലാതെ വേറൊരു രക്ഷ എനിക്കിനി ഇല്ല. അത് നമ്മൾ കണ്ണുമടച്ച് പറയുകയാണ്. എൻ്റെ ഈശോയെ, നീ മാത്രമേ എൻ്റെ രക്ഷയ്ക്കായി ഉള്ളൂ എന്ന് നമ്മൾ പറയുകയാണ്. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയി എന്നതുകൊണ്ട് മാത്രം തൃപ്തിപ്പെട്ടവനല്ല ദൈവം. അടിമത്തത്തിൽ നിന്ന് മോചിച്ചു എന്നതുകൊണ്ട് മാത്രം തൃപ്തിപ്പെട്ടവനല്ല ദൈവം. ഈ ലോകത്തിൽ നിന്ന് സ്വർഗം, പറുദീസ എനിക്ക് തരാൻ വേണ്ടി, എനിക്ക് വേണ്ടി രക്ഷാകര പദ്ധതി ഒരുക്കിയവനാണ് ദൈവം, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഈശോ എന്ന പേര് നമ്മൾ വിളിക്കുമ്പോൾ ആ ഒരു വാക്ക് പറയുക എന്നതിനേക്കാൾ ഉപരിയായി അതിന്റെ അർത്ഥം മുഴുവൻ നമ്മൾ ചേർത്ത് വെച്ചിട്ടാണ് ഈ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നത്. അതുകൊണ്ട് ഈശോ അതിന് തൊട്ടടുത്ത് വരുന്നതാണ് മിശിഹ, അല്ലെ? ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ ഇത് ഈശോ എന്ന വാക്ക് നമ്മൾ ഒത്തിരിയേറെ ഉരുവിടേണ്ട വാക്കാണ്. അപ്പൊ വിശ്വാസ പ്രമാണത്തിൽ മാത്രമല്ല, അച്ഛൻ നിങ്ങളോട് പറയുന്നത് ഒരു സുഹൃദേവം പോലെ ഉരുവിട്ടുകൊണ്ട് നടക്കേണ്ട ഒരു വാക്കാണ് ഈശോ. ഈശോ 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 അങ്ങനെ ഉരുവിട്ടുകൊണ്ട് എപ്പോഴും നടക്കേണ്ട ഒരു വാക്കാണ്. കാരണം നമ്മൾ അറിയാതെ പറയുകയാണ്, ഈശോ എൻ്റെ രക്ഷകനാണ്, ഈശോ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നവനാണ്, അവൻ പീഡ സഹിച്ചത് മുഴുവൻ എൻ്റെ രക്ഷയ്ക്കായിട്ടാണ്, എൻ്റെ ദൈവമാണ് എന്നെ രക്ഷിക്കുന്നത്, എൻ്റെ ദൈവമല്ലാതെ വേറൊരു നാമത്തിൽ എനിക്ക് ആശ്രയമില്ല. ഇങ്ങനെ പല കാര്യങ്ങളാണ് ഈശോ എന്നൊരൊറ്റ വാക്കുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ പറയുന്നത്. നമ്മളിത് ഒത്തിരി ഒന്നും മനസ്സിലാക്കുന്നില്ലായിരിക്കാം, പക്ഷെ ഈ ഒരു ചെറിയ വാക്കുകൊണ്ട് നമ്മളൊരു വലിയ പ്രാർത്ഥനയാണ് നടത്തുന്നത്. ഒരു വലിയ പ്രാർത്ഥന, ഒരു വലിയ വിശ്വാസ പ്രമാണം നമ്മൾ പറയുകയാണ്. ദൈവത്തെ രക്ഷകൻ, ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെ നമ്മൾ പറയുകയാണ്. ദൈവം എനിക്ക് വേണ്ടി അയച്ച രക്ഷകനിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറയുകയാണ്. ദൈവം എന്നെ രക്ഷിക്കുമെന്നുള്ള എൻ്റെ കോൺഫിഡൻസ്, എൻ്റെ വിശ്വാസം, അത് ഞാൻ പറയുകയാണ്. ഇങ്ങനെ പല കാര്യങ്ങളാണ് ഈശോ എന്നൊരൊറ്റ വാക്കുകൊണ്ട് നമ്മൾ പറയുക. ഈശോ എന്ന ഒറ്റ വാക്കുകൊണ്ട്. ഇനിയും തൊട്ടടുത്ത് വരുന്ന വാക്യം, ഈശോ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. ദൈവം അഭിഷേകം ചെയ്യപ്പെട്ട് അയച്ച ഒരാളാണ് ഈ ഈശോ എന്നാണ്. പുത്രനായ ദൈവം എന്നാണ് നമ്മൾ അവിടെ പറയുക. എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്ത് അയച്ചത് എന്തിനാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം കർത്താവ് ഇപ്രകാരം തന്നെ പറയുകയാണ്, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, അല്ലെ? അങ്ങനെ അങ്ങ് പോവാണ്. എന്ന് പറഞ്ഞാല് ഈ പിതാവായ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്ത അഭിഷേകം ചെയ്യപ്പെട്ട രക്ഷകൻ, അത് ഈ ഈശോ മിശിഹ തന്നെയാണെന്ന് അവൻ പറയാം. അവൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ഒരു വാക്യത്തിലൂടെ. അഭിഷേകം കർത്താവ് നടത്തുന്നുണ്ട് പല സമയത്തും. അഭിഷേകം ചില പ്രത്യേക ദൗത്യങ്ങൾ കൊടുക്കുമ്പോൾ ആളുകളെയൊക്കെ അഭിഷേകം ചെയ്യും. പ്രവാചകന്മാരെ കർത്താവ് അഭിഷേകം ചെയ്യും, രാജാക്കന്മാരെ കർത്താവ് അഭിഷേകം ചെയ്യും, അല്ലെ? ഓരോ ദൗത്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അഭിഷേകം ചെയ്താണ് വിടുന്നത്. ഈ അഭിഷേകത്തില് ഒരുവൻ പിറക്കും എന്ന് തന്നെയാണ് കർത്താവിന്റെ വാഗ്ദാനം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ പാപപരിഹാര ബലി അർപ്പിച്ച പുരോഹിതൻ, പാപപരിഹാര ബലി അർപ്പിച്ചുകൊണ്ടിരുന്ന പുരോഹിതൻ, അതിന് പകരമായി ബലിവസ്തുവും ബലി അർപ്പകനുമായി തീരുന്ന ഒരു വലിയ പുരോഹിതൻ, അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് ഈ ഈശോ മിശിഹ. അതാണ് നമ്മൾ പറയുക. അതുകൊണ്ട് എനിക്ക് ഇതിനേക്കാൾ വലിയൊരു അഭിഷിക്തൻ വരാനില്ല. കർത്താവ് അനാദി മുതലേ എനിക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ട യഥാർത്ഥ അഭിഷിക്തൻ ഇവനാണ് എന്ന് നമ്മൾ പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ മനസ്സിൽ ഈ ചിന്തകൾ ഉണ്ടാകണം, ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം ഉണ്ടാകണം. ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം, ഈശോയെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നു, ഈശോയിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു വാക്ക് മാത്രമല്ല ഈശോയെ കുറിച്ച് പറയുക. ഓരോ വാക്കും പറയുമ്പോൾ അവന്റെ ദൈവത്വവും മനുഷ്യത്വവും എല്ലാം നമ്മൾ പറയുകയാണ്. അതേ സമയത്ത് തന്നെ അവന്റെ രക്ഷാകര പദ്ധതിയെ നമ്മൾ പറയുകയാണ്. ഈ ഈശോയാണ് എന്നെ രക്ഷിച്ചതെന്ന് നമ്മൾ പറയുകയാണ്. ഇപ്പൊ ഒരൊറ്റ സെന്റൻസ് പറയുന്നതിലൂടെ വലിയൊരു തിയോളജി, വലിയൊരു വിശ്വാസ പ്രമാണം മുഴുവൻ നമ്മൾ പറയുന്നുണ്ട്.
അതുകൊണ്ട് ഒരു സെന്റൻസേ നമ്മൾ പറയുന്നുള്ളെങ്കിലും അതിൻ്റെ പിന്നിൽ വലിയ കാര്യങ്ങൾ അടങ്ങിയിരിപ്പുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കുകയാണ്. കർത്താവിനെ കുറിച്ച്, ഈശോയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യ ഭാഗത്ത് പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നതാണ് നമ്മൾ പറഞ്ഞത്. പിതാവിന്റെ വിശേഷണങ്ങൾ നമ്മൾ അന്നേരം ഇപ്പൊ പറഞ്ഞു കേട്ടു അല്ലെ. സർവശക്തനാണ്, പിതാവാണ്, ഏക ദൈവമാണ് അല്ലെ. അത് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞു. അതുപോലെ തന്നെ ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സ്രഷ്ടാവാണ് കർത്താവ്, പിതാവായ ദൈവം എന്ന് നമ്മൾ ഏറ്റുപറഞ്ഞു. ഇനി പുത്രനായ ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മൾ ഏറ്റുപറയുകയാണ് അവൻ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ദൈവപുത്രൻ. ദൈവപുത്രൻ അവൻ ഈ ലോകത്തിൽ വന്ന് ജനിച്ചവനാണ്. പിതാവിനാലാണ് അവൻ ജനിച്ചത്, അല്ലാതെ മനുഷ്യനാലല്ല അവൻ ജനിച്ചത്. പിതാവിൽ നിന്ന് മാത്രമാണ്. ദൈവത്തിന്റെ പുത്രനാണവൻ. അത്രയും കാര്യങ്ങളാണ് ഏകപുത്രൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനുഷ്യനിൽ നിന്ന് ജനിച്ചതല്ല, ദൈവത്തിൽ നിന്ന് തന്നെ ജനിച്ചവനാണ്, ദൈവത്താൽ ജനിക്കപ്പെട്ടവനാണ് എന്ന് തന്നെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഏറ്റു പറയുക. ഏകപുത്രൻ. ആ മറ്റു പുത്രൻ എന്ന് പറയുന്നത് ദത്തുപുത്ര സ്ഥാനമാണ്. അവൻ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ഏകപുത്രൻ എന്ന് പറയുക. ഇനി രണ്ടാമത്തെ കാര്യം, ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം യാഹ്വേ എന്ന് തന്നെയാണ്. യാഹ്വേ എന്ന് തന്നെയാണ്. ദൈവം തന്നെയാണവൻ. അത് നമ്മൾ അംഗീകരിച്ച് ഏറ്റു പറയുകയാണ്. നീ ഒരേ സമയത്ത് ദൈവപുത്രനുമാണ്, അതേ സമയത്ത് തന്നെ നീ ദൈവവുമാണ് എന്ന് നമ്മൾ ഏറ്റു പറയുകയാണ്. ഇനിയും നമ്മൾ പറയുകയാണ് ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഈശോ എന്ന വാക്ക് നമ്മൾ പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേ സമയത്ത് തന്നെ നമ്മൾ കർത്താവിനോട് പറയുകയാണ്, ദൈവമേ നീയാണ് എന്നെ രക്ഷിക്കുന്നവൻ. ഈ നാമമല്ലാതെ വേറൊരു നാമവും എനിക്ക് നൽകപ്പെട്ടിട്ടില്ല. ഞാൻ പൂർണ്ണമായി ഈശോ എന്ന നാമത്തിൽ അടിയറ വയ്ക്കുന്നു. നീ എന്നെ രക്ഷിക്കണമേ എന്നൊക്കെയുള്ള പ്രാർത്ഥനയാണ് ഈശോ എന്ന ഒറ്റ വിളി കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഈശോ നാമത്തിന്റെ ശക്തിയെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം. ഏത് പിശാചിനെയും ഓടിക്കാനായിട്ട് പറ്റുന്ന ഒരു വാക്കാണ് ഈശോ എന്ന വാക്ക്. ഈശോ എന്ന വാക്ക് നമ്മുടെയൊക്കെ പൂർവികരൊക്കെ ഒന്ന് തുമ്മിയാൽ പോലും ഉടനെ പറയാറ് ഈശോ. ഒരു കൊച്ച് അവിടെ നിന്ന് പെട്ടെന്ന് തുമ്മുവാണ്. ഒറ്റ തുമ്മുമ്പോൾ അപ്പുറത്തിരുന്നുകൊണ്ട് ഈശോ എന്ന് വിളിക്കും. ആരെങ്കിലും ഒരാൾ തട്ടി വീഴാനായിട്ട് പോവുകയാണ്, അവിടെ നിന്നുകൊണ്ട് പെട്ടെന്ന് പറയുന്നത് ഈശോ എന്നാണ്. നമ്മളൊക്കെ ഇപ്പോൾ അയ്യോ എന്ന് പറയും അല്ലെ. അയ്യോ എന്ന് പറയും. അതല്ല, നമ്മുടെ പൂർവികരൊക്കെ ഈ ഈശോ നാമത്തിന്റെ ശക്തി അനുഭവിച്ചവരാണ്. ആ ഒറ്റ വാക്കിൽ വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ ഈശോ എന്ന വാക്ക് വിളിച്ച് രക്ഷപ്പെട്ടതിന്റെ എത്രയോ സാക്ഷ്യങ്ങൾ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. ഈശോ എന്ന ഒറ്റ വിളി. ചില ആൾക്കാരൊക്കെ പെട്ടെന്നൊരു അപകടം ഉണ്ടായി മരിക്കുമ്പോഴും അവരുടെ നാവിൽ വരുന്നത് ഈശോ എന്ന വാക്കാ. ആ ഒരൊറ്റ വിളിയിൽ മതി അവൻ രക്ഷപ്പെടും. കാരണം അവസാന സമയത്ത് നല്ല കള്ളൻ അങ്ങനെ രക്ഷപ്പെട്ടത്. ഈശോയെ ഒന്ന് നോക്കി ഒറ്റ വിളിച്ചതാ അവൻ രക്ഷപ്പെടാനുള്ള കാരണം. നീ ഈശോ തന്നെയാണ്, നീ ദൈവമാണ്, നീ രക്ഷിക്കുന്നവനാണ് എന്നൊരൊറ്റ ഏറ്റുപറച്ചിൽ പറഞ്ഞതാണ് അവൻ രക്ഷിക്കപ്പെടാനുള്ള കാരണം. മരണസമയത്ത് നമ്മുടെയൊക്കെ നാവിൽ ഈ പേര് വരണമെങ്കിൽ നമ്മൾ ഇപ്പം മുതലേ ഇങ്ങനെ പറഞ്ഞു പോകണം. സുഹൃദേവം പോലെ ഉരുവിടണം ഈശോ എന്ന നാമം. ഒത്തിരി അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ഒരു നാമമാണ്. ഈ ലോകത്തിലെ അപകടങ്ങളിൽ നിന്ന് മാത്രമല്ല, പിശാചിന്റെ എല്ലാ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു നാമമാണ് ആ ഒരു നാമം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെയൊക്കെ വീടിന്റെ വാതിൽക്കൽ പണ്ടൊക്കെ എഴുതി വെച്ചിരുന്നു. ഇപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റിക്കളഞ്ഞു. ഈശോ ഈ വീടിന്റെ നായകൻ. അത് നമുക്ക് വേണ്ടിയിട്ട് എഴുതിയൊന്നുമല്ല. ചെകുത്താൻ കയറി വരുമ്പോൾ കാണാൻ വേണ്ടി തന്നെ എഴുതിയതാ. വീടിന്റെ വാതിൽക്കൽ തന്നെ എഴുതി വെക്കുമായിരുന്നു, ഈശോ ഈ വീടിന്റെ നായകൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈശോ നാമം നമ്മുടെ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ പറഞ്ഞ് പഠിപ്പിക്കണം. അത് നമ്മളെ ഒത്തിരി കാര്യങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഒന്നാണ്. പക്ഷെ നേരത്തെ പറഞ്ഞില്ലേ, പിശാചിന് ഈ ഒരു പേര് കേൾക്കുന്നത് തന്നെ പേടിയാണ്. ഈശോ നാമം എന്ന വാക്ക് ഉരുവിട്ട് കേൾക്കുന്നത് പോലും പേടിയാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും മുഴങ്ങേണ്ട ഒന്ന് ഈശോ എന്ന നാമമാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ ഈ നാമം പറഞ്ഞ് ഉറങ്ങാൻ പറ്റണം. ഈശോ എന്ന് പറഞ്ഞുകൊണ്ട് ഉറങ്ങാൻ പറ്റണം. നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ആരും കേൾക്കാതെ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിക്കാം. നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഈ ഒരു വാക്ക് ഉരുവിടാവുന്ന ഈശോ എന്ന പേര് അല്ലെ. ഈശോ എന്ന പേര്, ആ ഒറ്റ പേര് പറയുന്നത് കൊണ്ട് നമ്മൾ വലിയൊരു പ്രാർത്ഥന നടത്തുകയാണ്. നേരത്തെ പറഞ്ഞതുമില്ലേ, എത്ര വലിയ പ്രാർത്ഥനയാണെന്നറിയോ? എന്റെ ഈശോയെ എന്നെ രക്ഷിക്കണേ അല്ലെ, എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണേ എന്നാണ് നമ്മൾ അവിടെ പറയുന്നത്. ദൈവമേ നീയാണ് എന്നെ രക്ഷിക്കുന്നവൻ, നീ മാത്രമേ എന്നെ രക്ഷിക്കുന്നവനുള്ളൂ. ഈ ഒറ്റ ഏക നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങളാണ് ഒരൊറ്റ വാക്ക് പറയുന്നത് കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എത്രയോ വലിയ പ്രാർത്ഥന നമുക്ക് ആ ഒരൊറ്റ വാക്ക് കൊണ്ട് നടത്താൻ പറ്റും അല്ലെ. ഒറ്റ വാക്ക് കൊണ്ട്
അതേപോലെ തന്നെ തൊട്ടടുത്ത വാക്ക് നമ്മൾ പറയുകയാണ്, നീ മിശിഹായാണ്. ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ, എൻ്റെ ബന്ധനങ്ങൾ അഴിക്കാൻ വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് നീ എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അപ്പൊ ഈശോയെ കുറിച്ച് പറയുമ്പോൾ ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് വെറുതെ പറയുകയല്ല. അവൻ ഏകപുത്രനാണെന്ന്, അവൻ ദൈവമാണെന്ന്, അതേപോലെ എന്നെ രക്ഷിക്കുന്നവനാണെന്ന്, എനിക്ക് വേണ്ടി അയക്കപ്പെട്ടവനാണെന്ന്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരൊറ്റ സെന്റൻസിലൂടെ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ഈ ഒരു ബോധ്യത്തോടു കൂടി ചെല്ലണം. ഈ ഒരു ബോധ്യത്തോടു കൂടി ചെല്ലണം. ഈ ഒരൊറ്റ വാക്യം നമ്മൾ പറയുന്നതിലൂടെ എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നമ്മൾ മാറിപ്പോകും. ഈ ഒരൊറ്റ സെന്റൻസ് നമ്മൾ പറയുന്നതിലൂടെ പൈശാചിക ബന്ധനങ്ങൾ മുഴുവൻ ഓടി ഇല്ലാതായിപ്പോകും. അതിൻ്റെ അത്രയ്ക്ക് പവറാണ് ഈ ഒരു പ്രാർത്ഥനയ്ക്ക്. നമ്മൾ അർത്ഥമില്ലാതെ വെറുതെ ചൊല്ലിപ്പോകരുത്. വെറുതെ ചൊല്ലിപ്പോകുന്ന ഒരു പ്രാർത്ഥനയായി വിശ്വാസ പ്രമാണം മാറരുത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അവൻ ഏകപുത്രനാണ്. ദൈവത്താൽ ജനിക്കപ്പെട്ട ഏകപുത്രനാണ്. അതേ സമയത്ത് തന്നെ ജനിച്ചിട്ടില്ലാത്തവനായ അനാദിയിലുള്ള ദൈവം തന്നെയാണ് അവൻ. അതേസമയം തന്നെ നമ്മൾ പറയുകയാണ്, അവനാണ് എന്നെ രക്ഷിക്കുന്നവൻ, എന്നെ രക്ഷിച്ചവൻ അവൻ മാത്രമാണ്. ആ ഒരൊറ്റ നാമത്തിലെ എനിക്ക് പ്രത്യാശയുള്ളൂ. എന്നെ രക്ഷിക്കാൻ വേറെ ഒരു നാമവും ഈ ലോകത്തിലില്ല. അതേ സമയത്ത് തന്നെ പറയാണ്, ദൈവത്താൽ പ്രത്യേക അഭിഷേകം ചെയ്യപ്പെട്ടു വന്ന പഴയ നിയമത്തിൽ മുതലുള്ള വാഗ്ദാനമായ മിശിഹ അവനാണ്. പഴയ നിയമത്തിൽ കർത്താവ് വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹ ഇനി വരാനുള്ള ഒന്നല്ല, ഇനി ഇതുവരെ വന്നിട്ടില്ലാത്ത ഒന്നല്ല, ഇനി വരും, ഒരിക്കൽ കൂടി വരും എന്നെ വിധിക്കാൻ വേണ്ടി. പക്ഷെ അവൻ ഇവിടെ വന്ന് എനിക്ക് രക്ഷ സ്ഥാപിച്ചു തന്ന എൻ്റെ രക്ഷകനായ മിശിഹായാണ് എന്ന് നമ്മൾ ഏറ്റുപറയുകയാണ്. നമ്മൾ ഇന്നേ ദിവസം നമ്മൾ ധ്യാനിച്ചത് നമ്മുടെ മനസ്സിലേക്ക് ഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കുവാനുള്ള ശക്തി തരുന്ന ആത്മാവെ ഞങ്ങളിലേക്ക് വന്നു നിറയണമേ, ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. വചനത്തെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ഉദരത്തിലും ഞങ്ങളുടെ ഉള്ളിലും വചനം രൂപപ്പെടുവാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.